ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു DIARIES. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പേരങ്ങോട്ട് ഇട്ടു. ഫിൽഡ് പൊറോട്ട എന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗൾക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് കുഴച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊറോട്ട കഴിക്കണ അതേ രീതിയിൽ തന്നെ കുഴച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അത് നന്നായി കുഴച്ചിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ഫില്ലിങ്ങിനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് വലിയൊരു സവാള, ഒരു ചെറിയ 2 പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ബീഫാണ് ആഡ് ചെയ്യുന്നത്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. 1 കപ്പോളം ബീഫ് വരും. ഇത് കട്ടകളൊക്കെ മാറ്റി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണിൻ്റെ അടുത്തോളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുരുമുളക് പൊടി. എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലായിട്ട് മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അത് നന്നായി വേവാൻ ആവശ്യമായിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ വീണ്ടും ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പോളം വെള്ളത്തിൽ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അത് വേവാൻ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വേവും. അപ്പോൾ എനിക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ബീഫിൻ്റെ പകരം. അതിനുശേഷം ഇത് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് നമുക്ക് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തിയെടുക്കുക. അതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി എടുത്താൽ മതി. അതെല്ലാം ഞങ്ങൾക്ക് ഇനി റോളർ ഉണ്ടെങ്കിൽ റോളർ വെച്ചിട്ടും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുമല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട അടിക്കണ പോലെ അടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി. അതിന് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് നന്നായി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ പകുതി എടുത്തിട്ട് ഞാൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മാവും പകുതിയാക്കിക്കണേ, മസാലയും പകുതിയാക്കിയിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള രീതിയിലാണ് കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. അത് പകുതി വരെ വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി മടക്കി കൊണ്ടുവരാം. അതിനുശേഷം വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഒന്ന് മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാം. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ മസാലയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ മസാല. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. ഫസ്റ്റ് ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ മൈദപ്പൊടി ഇട്ട പ്ലേറ്റിലോട്ട് അതിനെ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ അടി ഒട്ടി പിടിക്കും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുക്കുമ്പോൾ. മറ്റേ ഭാഗം ഇതുപോലെ തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് പരത്തിയെടുക്കാം. അതിന് ശേഷം അത് ഒരൊറ്റ സൈഡിൽ ആ മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതുപോലെ സ്പ്രെഡ് ആക്കുന്നില്ല. പക്ഷേ ആ സ്പ്രെഡ് ആക്കിയതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് സ്പ്രെഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാത്രം ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് വലിച്ച് ഒന്ന് നീട്ടി കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി പൊറോട്ടയൊക്കെ ചുരുട്ടുമ്പോൾ തന്നെ ചുരുട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ. അപ്പോൾ അതിന് 1 സ്പൂൺ ഒക്കെ മതിയാവും വെളിച്ചെണ്ണ പാനിലോട്ടാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ സംഭവം ഇതിലേക്ക് വെക്കാം. ചെറിയ രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. അങ്ങനെ രണ്ടും അതുപോലെ ക്രിസ്പി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ സംഭവം കാണുന്ന പോലെ ഒന്നുമല്ല, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.